മഹാനായ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു, ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ഒരു പെണ്ണ് കടന്നു വന്നു. ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, ഹാത്തമുൽ അസ്സം തങ്ങളെ, എന്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നതെന്ന് എന്റെ പ്രിയപ്പെട്ടവൾ എന്നോട് ചോദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഖാത്തമുൽ അസ്സം തങ്ങളെ നിങ്ങളൊന്ന് പഠിപ്പിക്കണം, എന്താണ് ജീവിതത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവരേണ്ടുന്നത് എന്നെന്ന് പറയുമോ? ഉടൻ തന്നെ ഖാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയാണ്, നിന്റെ ഭാര്യയോട് നീ പറയണം, വീട്ടിന്റെ ഉള്ളിൽ അല്ലാഹു തആല ബറക്കത്ത് ചൊരിക്കണോ, അല്ലാഹുവിന്റെ റഹ്മത്ത് വരണോ, അല്ലാഹുവിന്റെ ആനുകൂല്യം വരണോ. അതുകൊണ്ട് ആ വീടിന്റെ ഉള്ളിൽ വേണ്ടുന്ന ഒന്നാമത്തെ കാര്യം ഏതെന്നറിയുമോ? അത് അച്ചടക്കമുള്ളൊരു പെണ്ണാ വീട്ടിലുള്ളതാണ്. അച്ചടക്കമുള്ള പെണ്ണ്, ബഹളം വെക്കാത്ത പെണ്ണ്, അധികം വർത്തമാനം പറഞ്ഞിട്ട് അല്ലാഹുവേ സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ വഴിയിലൂടെ കടന്നു വരാത്ത പെണ്ണ്. അങ്ങനത്തെ ഒരവസ്ഥ വന്നാൽ, അങ്ങനത്തെ ഒരു സന്തോഷം വന്നാൽ അവര് വിജയിച്ചു വന്നാണ്. ഈമാനിന്റെ മാധുര്യത്തിന്റെ സന്തോഷത്തിന്റെ വഴികൾ അല്ലാഹുവേ നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. സന്തോഷത്തിന്റെ വരദാനങ്ങള്, ഈമാനിന്റെ മാധുര്യങ്ങൾ ചൊരിക്കണേ അല്ലാ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, അച്ചടക്കമുള്ളൊരു പെണ്ണ് വീട്ടിലുണ്ടോ, എന്നാൽ അവിടുന്ന് മലക്കുകൾ പോലും ആ വീട്ടിലേക്കൊന്ന് കടന്നു വരുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. ചില ആളുകൾ ചോദിക്കും, ഇന്ന് അപ്പുറത്താരും ഇല്ലേ, അവിടെ എന്തൊരു ബഹളമൊന്നും ഇല്ലാത്തത്, എവിടെ പോയി, അവിടുത്തെ പെണ്ണ് അവിടെ ഇല്ലേ? എന്തേ കാരണമെന്നറിയുമോ? ആ ഒരദബിനും ആ ഒരച്ചടക്കത്തിനുമാണ് അവിടെ നിന്ന് ബറക്കത്ത് ലഭിക്കുന്നത്. എന്തിനേറെ ഖാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരാൾ കടന്നു വന്നിട്ട് പറയുന്നു, ഖാത്തമുൽ അസ്സം തങ്ങളെ, എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ട്, ഒരുപാട് ദുഃഖങ്ങളുണ്ട്. എന്റെ പ്രയാസവും എന്റെ സങ്കടവും എന്റെ ദുഃഖവുമെല്ലാം മാറണമല്ലോ. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട ഖാത്തമുൽ അസ്സം തങ്ങളോട് ചോദിക്കുമ്പോ മഹാനായ ഖാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുമോ? നീ ഞാൻ പറയുന്നത് കേൾക്കുമോ? അല്ലെങ്കിൽ വേണ്ട, നിനക്ക് പറയാൻ പറ്റുമോ? ഞാൻ ഈ പറയുന്ന ഈ ചോദിക്കുന്ന ചോദ്യത്തിന് വളരെ സന്തോഷകരമായി നിനക്ക് അവിടെ നിന്ന് ഉത്തരം പറയാൻ പറ്റുമോ? ഖാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചോദ്യത്തിന് മറുപടിയായി അവിടെ നിന്ന് പറയുന്നു, ഇൻഷാ അല്ലാഹ്. ഉടൻ തന്നെ പറഞ്ഞു, നീ നിന്റെ വീട്ടിൽ പോകുമ്പോ നിന്റെ ശബ്ദത്തെക്കാൾ നിന്റെ പ്രിയപ്പെട്ടവള് നിന്റെ ഭാര്യ വർത്തമാനം പറയുന്നുണ്ടോ? എന്നാൽ സുബ്ഹാനല്ലാഹ്, നീ പോകുന്ന ഒരു വഴിയിലും നിനക്ക് ബറക്കത്ത് ലഭിക്കൂല. നീ പോകുന്ന ഒരു വഴിയിലും ബറക്കത്ത് ലഭിക്കൂല. നിന്റെ മുകളിൽ നിന്നെക്കാൾ ശബ്ദമുയർത്തുന്ന ഒരു പെണ്ണാണോ, എന്നാ നീ പോകുന്ന വഴിയിൽ നിനക്കൊരു സമാധാനം ലഭിക്കൂല. അതേ സമയത്ത് നിന്റെ വീട്ടിലുള്ളവൾ അൽഹംദുലില്ലാഹ് മക്കളെയും നോക്കി അതപോടെ വീട്ടിന്റെ ഉള്ളിൽ കഴിയുന്നവളാണോ, എന്നാൽ പടച്ചവനെ, ആ ഒരു അദബിനും ആ ഒരു ആദരവിനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകളെ കൊണ്ട് റഹ്മത്ത് ചൊരിപ്പിക്കുമെന്നാണ്. വീട്ടിലേക്ക് ചെന്ന് നിന്റെ പെണ്ണിനോട് പറയ്, ഇന്ന് മുതൽ അധികം ബഹളം വെക്കരുത്, അധികം സംസാരിക്കരുത്, അധികം നൊമ്പരത്തിന്റെ വടികളിൽ കടന്നു പോകരുത് എന്ന് ചെന്നു നീ നിന്റെ പ്രിയപ്പെട്ടവളോട് പറയ്. അല്ലാ അല്ലാ, ഉടൻ തന്നെ കടന്നു പോവുകയാണ് വീട്ടിന്റെ ഉള്ളില്. ചെന്നുകൊണ്ട് ഭാര്യയെ വിളിച്ചു, പെണ്ണേ, ഞാനൊരു കാര്യം പറയാം, നീ എന്നോട് വഴക്കിടരുത്, നീ എന്നോട് വെറുപ്പ് വെക്കരുത്, നീ എന്നോട് ദേഷ്യം പിടിക്കരുത്. ചില ആളുകൾ അങ്ങനെയാണ്, ഒരു നന്മ പറഞ്ഞു കൊടുത്താൽ പറയും, നിങ്ങൾക്കെങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ, നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റും, നിങ്ങൾ നിസ്കരിക്കുന്നില്ലല്ലോ, നിങ്ങൾ നോമ്പെടുക്കുന്നില്ലല്ലോ, നിങ്ങൾ സ്വതക്ക ചെയ്യുന്നില്ലല്ലോ, പിന്നെന്തിനാ നിങ്ങൾ പറയുന്നത്? ഖാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോളെ, ഞാൻ പറഞ്ഞാൽ നീ എനിക്കെതിരെ പറയരുത്. കാരണം നിനക്ക് നിന്റെ ഖബർ സ്വർഗമാകാനാണ്, നിനക്ക് രക്ഷപ്പെടാനാണ്. നീ നിന്റെ വീട്ടിന്റെ ഉള്ളിൽ നീ ഖുർആൻ ഓതി, നീ ദിക്റ് ചൊല്ലി, നീ സ്വലാത്ത് ചൊല്ലി, വളരെ അതബോടെ ഭവ്യതയോടുകൂടി നീ കടന്നു പോവുകയാണോ, എന്നാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ സകല
സകലമാന പ്രയാസങ്ങളും അല്ലാഹു മാറ്റുമെന്ന് ഖാത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് അവിടന്ന് പറയുന്ന മറുപടി അറിയുമോ? ഉടൻ തന്നെ അവിടന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരും, ഞാൻ എൻ്റെ ജീവിതത്തിന്റെ മേഖലയിൽ കൊണ്ടുവരും. ഇന്നു മുതൽ ഞാൻ അവിടെ അച്ചടക്കമുള്ളവളാണ്, അധികം വർത്തമാനം പറയില്ല. ഉടൻ തന്നെ ഖാത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് കേട്ട് ഈ പെണ്ണവിടം അച്ചടക്കമുള്ളവളായി, അദബുള്ളവളായി, അധികം വർത്തമാനം പറയാതെ കടന്നുപോയി. ഉടൻ തന്നെ ഖാത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ പ്രിയപ്പെട്ട ഭർത്താവ് കടന്നു വന്നുകൊണ്ട് പറയുന്നു, ഖാത്തമുൽ അസ്മ തങ്ങളെ, അൽഹംദുലില്ലാഹ്, വല്ലാത്തൊരു സന്തോഷമാണ്, വല്ലാത്തൊരാനന്ദമാണ്, വല്ലാത്തൊരു സുഖലോലുപതയാണ്, വല്ലാത്ത സുഖത്തിന്റെ സുഖത്തിന്റെ സൗകമാരിതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖാത്തമുൽ അസ്മ റളിയല്ലാഹു തആല അൻഹു നിറഞ്ഞ മനസ്സോടുകൂടി പറഞ്ഞു പോയെങ്കിൽ സുബ്ഹാനല്ലാഹ്, ജീവിതം മെച്ചപ്പെടുത്താൻ അതൊരു മാതൃകയാണ്. ആ പെണ്ണവിടുന്ന് സന്തോഷത്തിന്റെ വഴിയിലൂടെ കടന്നുപോയി, ആനന്ദത്തിന്റെ വഴിയിലൂടെ കടന്നുപോയി, ഈമാനിന്റെ മാധുര്യത്തിന്റെ വഴിയിലൂടെ കടന്നുപോയി. അങ്ങനെ കടക്കുമ്പോഴാണ് സന്തോഷത്തിന്റെ വെളിച്ചം തെളിഞ്ഞു വന്നത്. അവിടുന്ന് തന്റെ ഭർത്താവിനില്ലാത്ത നിഅമത്ത് അല്ലാഹുവേ സാമ്പത്തികമായിട്ട് തെളിഞ്ഞു വന്നു. പെങ്ങളെ, ജീവിതത്തിൽ നമ്മൾ വീട്ടിൽ കഴിയുന്നവരാണ്, എന്നാൽ നിങ്ങൾ അവിടെ മൗനം പാലിച്ച് അച്ചടക്കം പാലിച്ച് മക്കളെ നോക്കി സന്തോഷത്തോടെ നിങ്ങൾ കിടക്കുകയാണോ? എന്നാൽ അൽഹംദുലില്ലാഹ്, നിങ്ങൾക്കത് വിജയമാണ്, നിങ്ങൾക്കത് സന്തോഷമാണ്, നിങ്ങൾക്ക് വിജയിക്കാനത് കാരണമാണെന്ന് ഖാത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതാണ് ഖദീജ ബീവിയുടെ മകൾ ഗുണം. അച്ചടക്കമാണ്. നടക്കുന്ന ശബ്ദം കേൾക്കൂല, നല്ല ഒച്ചയിലല്ല. ചിലർ നടക്കുമ്പോൾ ഇങ്ങനെ ബഹളം കേൾക്കാം, ചെരുപ്പിന്റെ ശബ്ദം തന്നെ വലുതായി കേൾക്കാൻ പാടില്ല. വീട്ടിൽ ബറക്കത്ത് ലഭിക്കണമെങ്കിൽ ഓടിച്ചാടി നടക്കലല്ല. വീട്ടിന്റെ ഉള്ളിൽ അദബ് പാലിക്കുന്നവരാരാണ്? മെല്ലെ നടക്കുന്നവരാരാണ്? ആ ഭൂമി പോലും വീട് പോലും അവർക്ക് വേണ്ടി ദുആ ചെയ്യുമത്രേ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്ത് പറഞ്ഞാലും എന്തെല്ലാം ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവന്നാലും അതെല്ലാം ജീവിതത്തിൽ മെച്ചപ്പെടുത്തി സന്തോഷത്തിന്റെ വഴികളിലൂടെ കൊണ്ടുവരാൻ മഹദി അവർക്ക് വല്ലാത്ത സന്തോഷമാണ്, വല്ലാത്തൊരാനന്ദമാണ്. ഖാത്തമുൽ അസ്മ റളിയല്ലാഹു തആല പാഠങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. അത്ഭുതകരമായ കാര്യങ്ങൾ പഠിപ്പിച്ചു, അത്ഭുതകരമായ കാര്യങ്ങൾ. ആ കാര്യങ്ങൾ മുഴുവനും ജീവിതത്തിലേക്ക് പഠിച്ചു കൊണ്ടുവരാൻ മുസ്തഫ നബി തങ്ങളുടെ പാഠങ്ങളാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല അവിടുന്ന് പഠിക്കുന്നത്. എന്തിനേറെ അവിടുന്ന് ഖുർആനിൽ പോലും പറഞ്ഞത് വലസൗഫ, അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ളുഹായിൽ പോലും അല്ലാഹുവേ നബി തങ്ങളോട് അല്ലാഹ് പറഞ്ഞത് വവജദക ആയിലൻ ഫഅഗ്ന, മുത്തു നബി തങ്ങളെ ഖദീജ ബീവിയുടെ സമ്പത്ത് കൊണ്ട് സമ്പന്നരാക്കി. അത്രയും മഹാത്മ്യമുള്ള മഹൽ വ്യക്തിത്വമാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ. ഖുർആനിൽ പോലും എടുത്തു പറഞ്ഞതാണ്, ഖുർആനിന്റെ മാധുര്യം പഠിപ്പിച്ചതാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പഠിച്ചുകൊള്ളുക. ലോകത്തിന്റെ പാഠങ്ങളും അത്ഭുതങ്ങളെല്ലാം ഖദീജ ബീവിയിലുണ്ട്. എന്തിനേറെ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ, ഖദീജ ബീവിയുടെ ഒന്നാമത്തെ ഗുണമേതെന്നറിയുമോ? അച്ചടക്കമുള്ളൊരു മഹദിയാണ്, അച്ചടക്കമുള്ളവരായിരുന്നു. ഒരു ബഹളമോ ഒന്നും ഖദീജ ബീവിയുടെ ജീവിതത്തിൽ ഇല്ല. സമ്പത്തുണ്ട് എന്നുള്ളൊരു അഹങ്കാരമില്ല. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ അച്ചടക്കത്തോടെ നടക്കുകയാണ്, സന്തോഷത്തോടെ നടക്കുകയാണ്. അല്ലാഹുവേ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അതുവഴിക്കെങ്ങാനും കടന്നു പോയാൽ ഖദീജ ബീവി നടക്കുന്നു, ഖദീജ ബീവി അല്ലാഹുവേ നടന്നുകൊണ്ട് കടന്നു പോകുന്നു എന്ന് പോലും അറിയില്ല. കാരണം എന്താ? മെല്ലെ പമ്മിയാണ് നടക്കുന്നത്. കാരണം ഖദീജ
ബീവി റളിയല്ലാഹു തആല അൻഹാ മെല്ലെ മെല്ലെ നടക്കുന്നത് കൊണ്ട് ഒരു വേള നബി തങ്ങൾ പോലും അറിഞ്ഞില്ല. മുത്തുനബിന്റെ പിന്നിലേക്ക് വന്നു. ഉടൻ തന്നെ ഖദീജ ബീവിയെ കണ്ടപാട് മുസ്തഫ നബി തങ്ങൾ ചോദിച്ചു, ഖദീജ, നിങ്ങൾ വന്നതറിഞ്ഞിട്ടില്ലല്ലോ ഖദീജ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അങ്ങനെ ബഹളമുണ്ടാക്കി വരാൻ കഴിയില്ലല്ലോ നബിയെ. ആരറിയാനാണ് ഞാൻ വരുന്നത്? എന്റെ പ്രിയപ്പെട്ട ഹബീബ് അറിഞ്ഞാ പോരെ. അപ്പൊ പറഞ്ഞു, ഖദീജ, ഞാൻ പോലും അറിഞ്ഞിട്ടില്ലല്ലോ ഖദീജ, ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. അച്ചടക്കമെന്ന് പറയുന്ന ഒന്ന് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതത്തിലുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ അച്ചടക്കം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ പോലും പൊഴിഞ്ഞു പോകുമെന്നാണല്ലോ. നമ്മുടെ എല്ലാ സങ്കടങ്ങളും അവിടുന്ന് പൊഴിഞ്ഞു പോകുമെന്നാണല്ലോ. നബി തങ്ങളുടെ അടുക്കിലേക്ക് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ കടന്നുപോയി പിന്നിലിങ്ങനെ നിൽക്കാൻ നബി തങ്ങൾ പറഞ്ഞു, ഖദീജ, ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന്. ഉടൻ തന്നെ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറഞ്ഞു, യാ ഹബീബല്ലാഹ്, യാ ഹബീബല്ലാഹ്, അവിടുന്ന് അച്ചടക്കമല്ലേ വേണ്ടുന്നത്? അച്ചടക്കത്തിന്റെ വഴിയല്ലേ ജീവിതത്തിൽ നല്ല സൗമ്യതയല്ലേ വേണ്ടുന്നത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വീടിന്റെ അകത്തട്ടിൽ കരയണം ഉമ്മ. മനസ്സ് പൊട്ടി സങ്കടത്തോടെ വേദനയോടെ കരയുന്നവരാരാണ്? അവർക്കാണ് വിജയമെന്ന് നബിയുനാ റസൂലല്ലാഹ്. അച്ചടക്കം ഒരു പെണ്ണിലുണ്ടോ, ആ പെണ്ണിന് വിജയമുണ്ട്, സ്വർഗത്തിന്റെ സന്തോഷമുണ്ട്, സ്വർഗത്തിന്റെ ആനുകൂല്യമുണ്ട്. ഒന്നാമത്തെ ഗുണമാണ് അദബ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒന്നാമത്തെ ഗുണം അത് അദബാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ നിങ്ങൾ ഒരുപാട് ഒച്ചയിട്ട് നടക്കുന്നവരാണോ, ശബ്ദമുണ്ടാക്കി നടക്കുന്നവരാണോ? എന്നാ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. രണ്ടാമത്തതോ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹവിന് ഉണ്ടായിരുന്ന രണ്ടാമത്തെ മകൾ ഗുണമേതെന്നറിയുമോ? പടച്ചവനെ, വീടിന്റെ ഉള്ളിൽ ഏത് ജോലി ചെയ്താലും ആ ജോലിയിൽ ഒരു അദബുണ്ടായിരുന്നു. ഒരു ജോലി ചെയ്യുമ്പോ ആ ജോലിയിലെ ഒരു അദബുണ്ടായിരുന്നു. അവിടെ നിന്ന് പാത്രങ്ങൾ വലിച്ചെറിയില്ലായിരുന്നു. ഇന്നിപ്പോ നമ്മൾ എന്താ ചെയ്യാ? പാത്രം കഴുകുന്ന സ്ഥലത്തേക്ക് ഇപ്പുറത്തെ ഒറ്റ ഏറാണ്. പാത്രം കഴുകുന്ന സ്ഥലം അവിടെ ഉണ്ട്, അവിടെ കൊണ്ട് വെച്ചാലും അവിടെ കൊണ്ട് ഇട്ടാലും നമ്മൾ അറിയില്ല. പക്ഷെ നമ്മളെങ്ങനെ ഇത്ര ദൂരെ ഉള്ളെങ്കിലും ഒരൊറ്റടക്കാണ്, നല്ല സൗണ്ട് കേൾക്കാം ഇല്ലേ? എന്നാൽ അവിടെ നിന്ന് പറയാണ്, അള്ളാഹു നിങ്ങളുടെ റിസ്ക്കിൽ സന്തോഷം തരണോ, നിങ്ങൾ കഴിക്കുന്ന പാത്രം വലിച്ചെറിയാതിരിക്കലാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഭക്ഷണം കഴിച്ചാൽ അള്ളാഹുവേ പാത്രം കൊണ്ട് വെക്കുന്നത് അറിയില്ലായിരുന്നു. ഇതെങ്ങനെ മനസ്സിലായി? ഒരു വേള അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പാത്രം കൊണ്ട് വെക്കുമ്പോൾ ശബ്ദം കേട്ടുപോയി. ഉടൻ തന്നെ പറയാണ്, ഓ പ്രിയപ്പെട്ടവരെ കേൾക്കണേ, ആയിഷ, ഖദീജ പാത്രം വെക്കുന്നത് കേൾക്കില്ലായിരുന്നു. അതൊരു ഗുണപാഠമാണ് ആയിഷ. വേറൊന്നും ആയിഷ വിചാരിക്കരുത് റളിയല്ലാഹു അൻഹ. പാത്രം വെക്കുമ്പോ വല്ലാത്ത ശബ്ദമുണ്ടാക്കരുത് എന്നും പറഞ്ഞ് ഇങ്ങനെ കൊണ്ട് വെക്കണമെന്നല്ല. വല്ലാതെ ശബ്ദമുണ്ടാക്കരുത് പെങ്ങളെ. നമ്മൾ കഴിക്കുന്ന പാത്രമാണ്, അതിനൊരു ബഹുമാനം നമ്മൾ കൊടുക്കുക, അതിനൊരു ബഹുമാനം കൊടുക്കുക. വഴിയോരത്തൂടെ കടന്നു പോകുമ്പോ എത്രയോ പാവപ്പെട്ട പിച്ചയെടുക്കുന്ന ആളുകളുടെ കയ്യിൽ പാത്രമുണ്ട്. അല്ലാഹുവേ, പടച്ചവനെ, ആ ഒരു പാത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ഒരു പാത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാം ചണങ്ങിയിട്ട് എല്ലാം പൊട്ടിയിട്ട് അങ്ങനത്തെ പാത്രങ്ങളാണ് അവരുടെ കയ്യിൽ. നമുക്ക് തന്നെ എവിടെങ്കിലും വലിച്ചെറിയുന്ന പാത്രങ്ങളാണ്. എന്നാൽ സുബ്ഹാനല്ലാഹ്, ജീവിതത്തിൽ അല്ലാഹു തആല സന്തോഷം തന്ന് ആനന്ദം തന്ന് നമ്മളെ വിജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണമെന്നറിയുമോ? നമ്മൾ കഴിക്കുന്ന പാത്രം അതപോടെ വെക്കലാണ്. പിന്നീട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന മൂന്നാമത്തെ മഹൽ ഗുണമേതാണ്?
നമ്മളെല്ലാവരും പഠിച്ചു മനസ്സിലാക്കേണ്ടുന്ന വിഷയമാണ്. നമ്മൾ കഴിക്കുമ്പോ, നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോ ആ കഴിക്കുന്ന ഭക്ഷണമുള്ള പാത്രത്തിൽ തന്നെ നമ്മൾ കഴിക്കുന്ന വേസ്റ്റ് വെക്കാൻ പാടില്ല. അത് ദാരിദ്ര്യമുണ്ടാകാൻ കാരണമാണ്. നമ്മൾ കഴിക്കുന്ന ആ പാത്രത്തിൽ തന്നെ നമ്മൾ അവിടെ നിന്ന് വേസ്റ്റ് വെക്കാൻ പാടില്ല. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. നല്ല ഭക്ഷണം നമ്മൾ കഴിക്കാൻ, നമ്മൾ കഴിച്ചതിന്റെ ബാക്കി മറ്റാരെങ്കിലും എടുത്തൊന്ന് കഴിക്കണമെങ്കിൽ അതിൽ ആ പാത്രത്തിൽ നല്ല വൃത്തി വേണം, ആ പാത്രത്തിൽ നല്ല സന്തോഷം വേണം. എങ്ങനെ? അത് കണ്ടാലെടുത്ത് കഴിക്കാൻ പോലും തോന്നാത്തൊരു കോലത്തിലാകരുത്. ആര് കണ്ടാലും എടുത്ത് കഴിക്കാൻ തോന്നണം. അങ്ങനെ നമ്മൾ നന്മകൾ ചെയ്തുകൊണ്ട് കടന്നു വരണം. അതുകൊണ്ടാണ് അവിടെ നിന്ന് നന്മകളുടെ വഴികളിലൂടെ കടന്നു വരാൻ പറഞ്ഞത്. കഴിക്കുന്ന പാത്രത്തിൽ ഒരിക്കലും വേസ്റ്റ് വെക്കരുത്, അത് ദാരിദ്ര്യം വരാൻ കാരണമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമുക്കൊരൊറ്റ പാത്രം, ഉമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം, സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്യാന്നറിയോ? ഒറ്റ പാത്രം എടുക്കും, അടുക്കളയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ പോയി ഇങ്ങനെ പാത്രം കൈകൊണ്ട് പിടിക്കും, അതിൽ നിന്ന് വാരി കഴിക്കും, വരുന്ന വേസ്റ്റ് മുഴുവനും അതിന്റെ ഒരു അറ്റത്തും വെക്കും. അത് പാടില്ല. നല്ല മനസ്സോടെ നല്ല നീയത്തോടുകൂടി കടന്നു വരണം. അവിടെയാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ മനസ്സിലാക്കുമോ? പടച്ചവനെ, കഴിക്കുന്ന പാത്രത്തിൽ ഒരിക്കലും നമ്മൾ വേസ്റ്റ് വെക്കരുത്. ആ പാത്രത്തിനെ, ആ ഭക്ഷണത്തിന്റെ സന്തോഷത്തിന്റെ വഴിയിലൂടെ കടന്നു വരുമ്പോൾ നമുക്കവിടെ അള്ളാഹുവിന്റെ അടുക്കൽ വിജയം വേണം. നമ്മുടെ ഭക്ഷണത്തിൽ അള്ളാഹു റഹ്മത്ത് ചൊരിക്കണം. അതുകൊണ്ട് കഴിക്കുന്ന പാത്രത്തിൽ വേസ്റ്റ് ഇടരുത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ ഒരു പണി തന്നെ ചെയ്യില്ല. അവിടെ നിന്ന് കഴിക്കുന്ന പാത്രത്തിലെ വേസ്റ്റ് ഇടൂല. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? ആ കഴിക്കുന്ന അതേ പാത്രത്തിൽ, എന്റെ ഉമ്മമാർക്ക് വെറുപ്പ് പിടിക്കാനല്ല, ദേഷ്യം പിടിക്കാനല്ല, നമ്മളാണെങ്കിൽ ആ കഴിക്കുന്ന അതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് കൊണ്ടിടുന്നത്. ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ആ കഴിക്കുന്ന അതേ പാത്രത്തിൽ വേസ്റ്റ് ഇട്ടിട്ട് അവസാനം അതിന്റെ ഇടയിൽ ഇങ്ങനെ തോണ്ട് വല്ലതും ഉണ്ടെങ്കിൽ അതോടെ കഴിച്ചിട്ട് പോവാൻ. എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നല്ല കോലത്തിൽ നമ്മൾ പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ മെച്ചപ്പെടാൻ പറ്റും, അല്ലേ? ബീവി ഖദീജതൻ ആനന്ദതാരമേ, പുന്നാരത്താലെ തെളിഞ്ഞോരു പൂവോമേ, പുണ്യ ഹബീബിന്റെ വാക്കും നിറഞ്ഞതേ, അത്ഭുതമാലെ നിറഞ്ഞു കരഞ്ഞതേ, കണ്ണിൽ കുളിർത്തൂകും കണ്ണീരിൻ പോവാണ്, മാറി വിൽച്ചാരത്തിൽ മീടും നബിയാണ്. അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയാണ്. അള്ളാഹുവേ, നല്ല അച്ചടക്കമുള്ളവരാവുക, അതുപോലെ പാത്രം വലിച്ചെറിയാതിരിക്കുക. മൂന്നാമത്തതോ അവിടുന്ന് കഴിക്കുന്ന പാത്രത്തിൽ വേസ്റ്റ് വെക്കാതിരിക്കുക. മൂന്നായി, കഴിക്കുന്ന പാത്രത്തിൽ വേസ്റ്റ് വെക്കാതിരിക്കുക. നാലാമത്തെ കാര്യം അവിടുന്ന് പറയുകയാണ്, പടച്ചറപ്പേ, നമ്മൾ പഠിക്കണം. എന്റെ പെങ്ങന്മാര് ജീവിതത്തിൽ കൊണ്ടുവരണം. നമ്മൾ ഉടുത്തിരിക്കുന്ന നമ്മുടെ തുണിയുണ്ടല്ലോ, അത് പല സ്ഥലങ്ങളിലായി നമ്മൾ വലിച്ചെറിയരുത്. ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കണം, ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കണം. അത് ദാരിദ്ര്യം വരാൻ കാരണമാണ്. അതുകൊണ്ട് നമ്മൾ ധരിക്കുന്ന വസ്ത്രം അല്ലാഹുവേ നമ്മൾ തന്നെ ഒതുക്കി വെക്കണം. അത് മാത്രവുമല്ല പിന്നീടോ നമ്മൾ കിടന്നാൽ നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റും മടക്കി വെക്കണം. നമ്മൾ കിടക്കാൻ, നമ്മൾ നേരം വെളുത്തേതിന്റെ ഇനിയിപ്പോ രാത്രി വന്ന് കിടക്കാനുള്ളല്ലേ എന്നും പറഞ്ഞ് അങ്ങോട്ട് ചുരുട്ടിക്കൂട്ടി ഒരു ഭാഗത്തോട്ട് അങ്ങോട്ട് കൊണ്ടുവെക്കുക, ഇല്ലേ? ഒരിക്കലും അങ്ങനെ ചുരുട്ടിക്കൂട്ടരുത്. ചുരുട്ടിക്കൂട്ടാന്ന് വെച്ചപ്പോ ഏകദേശം ഇപ്പൊ ഈ ഷാള് ഇതിപ്പോ ഞാൻ നല്ലതുപോലെ ഇപ്പൊ മടക്കാന്ന് വെച്ചോളി, മടക്കിയെടുക്കാം. നല്ലതുപോലെ ഇങ്ങനെ മടക്കി നല്ല ഉഷാറായിട്ട് എടുക്കാൻ പറ്റും. അതേസമയം നമ്മൾ എന്താ ചെയ്യാ? ഇങ്ങോട്ടെടുത്ത് ഇങ്ങനെ ചുരുട്ടി അങ്ങോട്ട് കൂട്ടി ഒരു ഒറ്റ ഏറാ മൂലയിലേക്ക്. അത് പാടില്ല. അതുകൊണ്ട് എന്ത് വേണം? എല്ലാം അച്ചടക്കം വേണം. അച്ചടക്കത്തിന്റെ മേഖലയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്ന എന്ന് പറഞ്ഞു പോകുമ്പോൾ അല്ലാഹുവേ, ആ ഒരു സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട വിഷയമല്ലേ? നിങ്ങൾ പഠിക്കേണ്ടുന്ന മർമ്മപ്രധാനമായിട്ടുള്ള വിഷയമാണിത്.
പല വീടുകളിലും, നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ധരിച്ചിരിക്കുന്ന ഒരു ഹാങ്കറിലെങ്കിലും തൂക്കി, അതൊരു അദബാണ്. ഒരു അദബോട് കൂടിയിടുക. അതിന് പർദ്ദയാണെങ്കിലും വേണ്ടില്ല, എന്താണെങ്കിലും വേണ്ടില്ല. ഇല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ചില കൊളുത്തുകളുണ്ട്. അത് വീട്ടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ മാറ്റി വെച്ചിട്ട് അവിടെ കൊണ്ട് തൂക്കുക. വീടിന്റെ 4 മൂലയിലും വസ്ത്രമാകരുത്. വീട്ടിന്റെ അകത്തും എല്ലാ റൂമിന്റെ ഉള്ളിലും വസ്ത്രം ചുരുട്ടിക്കൂട്ടി എറിയരുത്. അല്ലാഹുവേ, കടങ്ങൾ വിട്ടുമാറില്ല. എപ്പം നോക്കിയാലും കടമാണ്, ഏത് സമയം നോക്കിയാലും കടമാണ്. ആ കടങ്ങളൊക്കെ മാറണോ, ദാരിദ്ര്യം മാറണോ, അതിന്റെ ഏറ്റവും നല്ല വഴി ഏതാണ്? ഏറ്റവും നല്ല സന്തോഷമേതാണ്? നല്ല നീയത്തോടെ, നല്ല മനസ്സോടെ, നല്ല ഖൽബോടെ പടച്ചറപ്പ് എന്തിനാ നമ്മൾ സന്തോഷത്തിന് കളയുന്നത്? എഴുന്നേറ്റ പാടെ ആ വസ്ത്രം നമ്മൾ പുതച്ചു കിടന്നതായാലും ആ ബെഡ്ഷീറ്റ് ഒന്നും മടക്കിയിടാം, ഇല്ലേ? പിന്നീട് അവിടെ നിന്ന് പറഞ്ഞു പോയത് എന്താണ്? അല്ലാ, നമ്മൾ ഓരോരുത്തരും പഠിക്കണം. എന്ന് കിടക്കാൻ വന്നാലും, ഏത് സമയത്ത് നമ്മുടെ ബെഡിലേക്ക് നമ്മൾ കിടക്കാൻ വേണ്ടി കടന്നു വന്നാലും, എല്ലാ ദിവസവും നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റ് ഒന്ന് കൊടയണം, അതൊന്ന് കൊടഞ്ഞ് വൃത്തിയാക്കണം. അങ്ങനെ തന്നെയാണ് കിടക്കേണ്ടുന്നത്. അങ്ങനെ നല്ലതുപോലെ വൃത്തിയോടുകൂടി നമ്മൾ കിടന്നുറങ്ങിയാൽ അവിടെയാ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത്. അള്ളാന്റെ പ്രവാചകർ പഠിപ്പിച്ച വാക്കാണ്. കിടക്കുന്ന സമയത്ത് നല്ലതുപോലെ ബെഡ്ഷീറ്റൊക്കെ തട്ടിക്കൊടഞ്ഞ് നല്ലതുപോലെ കിടന്നുറങ്ങലാണ് വേണ്ടുന്നത്. നമ്മളിൽ എത്ര ആളുകൾ അങ്ങനെ ചെയ്യും? എല്ലാ ദിവസവും നമ്മളിങ്ങനെ കിടക്കും, എല്ലാ ദിവസവും നമ്മൾ കിടക്കും, നല്ലതുപോലെ കിടക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? ആ പൊടിയും കളയില്ല, ഒന്നും കളയില്ല. സൂക്ഷിച്ചാൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. നമ്മുടെ വീടുകളിലൊക്കെ 3, 4, 5, 6, 7 വയസ്സൊക്കെയുള്ള മക്കളുണ്ട്. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മുൻകരുതൽ വേണം. ആ മക്കളെ കൊണ്ട് കിടത്തുന്നതിന് മുമ്പ് അതിന്റെ 4 ഭാഗം നോക്കണം. വല്ല ഉറുമ്പും അവർക്കറിയില്ല, കൊച്ചുമക്കളാണ്. അവര് കരയുമ്പോ നമ്മൾ എടുത്തുകൊണ്ട് ഓടിയിട്ട് കാര്യമില്ല. കുട്ടികൾക്ക് നിസാരം മതിയല്ലോ. അതുകൊണ്ട് എന്തുകൊണ്ട് സംഭവിച്ചു? ഉമ്മയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നത്. ആ കുട്ടിക്ക് ചെരുപ്പ് ധരിപ്പിക്കുമ്പോഴും ഏത് കാര്യം ഇട്ട് കൊടുത്താലും ഒന്ന് തട്ടിക്കൊടയണം, ഒന്ന് വൃത്തിയാക്കണം. നല്ലതുപോലെ ചെരുപ്പിട്ട് കൊടുത്താലും അതുമൊന്ന് കൊടയണം, അതിന്റെ ഉള്ളിലേക്ക് നോക്കണം. കൊച്ചുമക്കൾക്കറിയില്ല, അത് വലിയവരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും ഒരു അദബ് വേണമെന്ന് പഠിപ്പിച്ചത് സയ്യിദത്തുൻ നിസാ, നമ്മുടെ ഉമ്മയായ ഉമ്മുനാ ബീബി ഖദീജ. എല്ലാത്തിനും ഒരു അദബ് ഉണ്ടാവണം. എല്ലാത്തിനും നല്ല ഒരു അദബ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിജയിക്കും. 100% ഉറപ്പാണ്. നമ്മളെല്ലാവരും വിജയിക്കും, 100% ഉറപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുഴുവനും അല്ലാഹു തആല സ്വീകരിക്കട്ടെ.